ഓക്കെ, നമ്മൾ ഫസ്റ്റ് +1 കെമിസ്ട്രിയിൽ പഠിക്കുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററാണ്. എന്താണ് ഈ ചാപ്റ്റർ? പേര് പോലെ തന്നെ കെമിസ്ട്രിയിലെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ് എന്തിനുള്ളതാണ്? ഫോർ ഫർദർ സ്റ്റഡി. അതാണ് ഈ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മാറ്റർ എന്താണെന്നുള്ളതാണ്. എന്താണ് മാറ്റർ? നമുക്ക് മലയാളത്തിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ എന്തെന്ന് പറയാൻ പറ്റും? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും ഒരു കൃത്യമായ മാസ്സുള്ളതുമായ ഏതൊരു വസ്തുവിനെ എടുത്താലും അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മാറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഒരു കൃത്യമായ മാസ്സുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മാറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഡെഫിനിഷൻ നോക്കിക്കോളെ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് മാസ് ഈസ് കോൾഡ് ആസ് മാറ്റർ. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഈ രണ്ട് സാധനം എടുത്ത് ഈ പെന്നൊരു നമുക്ക് മാറ്ററാണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഈ പെന്നിനൊരു മാസ് ഉണ്ട്. ഓക്കെ, മാസ് ഉണ്ട്. പ്ലസ് ഞാൻ ഈ പെന്ന് എന്ത് ചെയ്യാണ്? ഇവിടെ വെക്കണം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ ഇവിടെ ഒരു സ്പേസ് വേണം. ഓക്കെ, അപ്പം ഈ പെന്ന് ഞാൻ ഇവിടെ വെക്കണമെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് വെക്കാൻ പറ്റും. അപ്പം ഈ സ്പേസിൽ വെക്കാൻ പറ്റുന്ന ഈ ഒരു പെന്നിന് എന്ത് വേണം? ഈ പെന്ന് വെക്കണമെങ്കിൽ ഒരു സ്പേസ് വേണം. അത്രയും അവിടെയും പറഞ്ഞുള്ളൂ. എന്താണ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതിനൊരു സ്ഥലം വേണം. അപ്പം മനസ്സിലായല്ലോ. സ്ഥിതി ചെയ്യാൻ ഒരു ഇത്തിരി സ്ഥലവും വേണം. കുറച്ച് തിരിയുന്നല്ല കേട്ടോ. സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലവും വേണം. അതുപോലെ ഒരു മാസമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? മാറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് മാറ്റർ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതുമ്പം മെയിനായിട്ട് അതിൽ 2 പോയിൻ്റ് വേണം. എന്ത്? ഒക്യുപ്പൈസ് സ്പേസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഡെഫിനിറ്റ് മാസും. ഇതില്ലാതെ ആ ഒരു ഡെഫിനിഷൻ പൂർത്തിയാവില്ല. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ 2 വേർഡ് നിങ്ങളെ ഡെഫിനിഷനിൽ വേണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഐഡിയ പോലെ നിങ്ങൾ എഴുതുക. ടോട്ടലി ഒക്യുപ്പൈസ് സ്പേസ് ചെയ്യാനും ഒരു ഡെഫിനിറ്റ് മാസുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? മാറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. സിമ്പിളല്ലേ? അടുത്തതിലേക്ക് പോകല്ലേ. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണ്. ഒന്നുമില്ല, നമ്മൾ ഭൂമീൻ്റെ ചുറ്റിലൊന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പല സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മെയിൻലി 3 രൂപത്തിലായിരിക്കും, 3 സ്റ്റേറ്റിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഒന്നാമത്തേത്, ഇതൊക്കെ നമ്മൾ 10ലും 9ലും 8ലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പഠിച്ചതാണ് എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കുന്നത്. 3 സ്റ്റേറ്റ്സിലാണ് നമുക്ക് പൊതുവെ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ് സ്റ്റേറ്റ്? ഒന്ന് സോളിഡ്, പിന്നൊന്ന് ലിക്വിഡ്, മറ്റൊന്ന് ഗ്യാസ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു സാധനത്തെ ഭൂമിയിൽ കാണാൻ പറ്റും മെയിൻലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സോളിഡ് സ്റ്റേറ്റാണ് പഠിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന സാധനമാണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിലുള്ള ഒരു സാധനം, അതിനെയാണ് സോളിഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിനെയാണ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഖരമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിയുള്ള സാധനമായിട്ട് കിട്ടണമെങ്കിൽ അതിലത്തെ പാർട്ടിക്കിൾ എന്തായിരിക്കും? വെരി ക്ലോസ്ലി ഈച്ച് അതർ ആയിരിക്കും, ഭയങ്കര ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിലത്തെ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ ആറ്റംസ്, മോളിക്യൂൾസും ഒക്കെ അല്ലേ, അതിനെയാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ആ പാർട്ടിക്കിൾ ഭയങ്കര ക്ലോസ്ലി ഈച്ച് അതർ ആയിരിക്കും. അതുപോലെ തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാനും പറ്റില്ല. അതാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യും? ഒരു ഷേപ്പും ഉണ്ടാവും, ഒരു വോളിയം ഉണ്ടാവും. ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇങ്ങനെ മൂവ് ചെയ്യാനും പറ്റില്ല, ഭയങ്കര അടുത്തടുത്തായതുകൊണ്ട് മൂവ് ചെയ്യാനും പറ്റില്ല, വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു ഷേപ്പിലും കിട്ടും. അതുപോലെ തന്നെ ആ ഷേപ്പിന് എന്ത് ചെയ്യും? ഒരു വോളിയം ഉണ്ടാവും. അതിനെയാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തിനാ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അതിൽ പാർട്ടിക്കിൾ ഭയങ്കര ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. അതുപോലെ തന്നെ ആ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകല്ലേ? ഓക്കെ,
അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇൻ സോളിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾസ് ആർ ഓർഡർലി അറേഞ്ച്ഡ്. അതായത് ഓർഡർലി അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേണിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും. ആ ഒരു സ്ട്രക്ചറൽ ബ്യൂട്ടിയിലായിരിക്കും അല്ലെങ്കിൽ ഒരു പാറ്റേണിലായിരിക്കും ഈ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് തമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ ഓർഡർലി എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതടക്കട്ടെ, നമുക്ക് മെയിനായിട്ട് വേണ്ടി എന്താ, ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും പോട്ടെ, അത് എഴുതിയില്ലെങ്കിലും ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ആ പാർട്ടിക്കിൾ എന്തായിരിക്കും, വെരി ക്ലോസ് ടു ഈച്ച് അതർ. ദ പാർട്ടിക്കിൾസ് കനോട്ട് മൂവ് ഫ്രീലി, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. പഠിച്ചല്ലോ, സോളിഡ്സ് പഠിച്ചല്ലോ. സിമ്പിളല്ലേ? സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം. സോളിഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ, ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ സോളിഡിൽ പറഞ്ഞു ഭയങ്കര അടുത്തിട്ടായിരിക്കുന്നു. അപ്പോൾ ലിക്വിഡിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത്ര അടുത്തിട്ടൊന്നും അയക്കില്ല, കുറച്ചൊന്ന് വിട്ടിട്ടായിരിക്കും. എന്തെന്നാ, സോളിഡിനെക്കാട്ടിലും കുറച്ചൊന്ന് വിട്ടിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് വിട്ടിട്ടായതുകൊണ്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റിനെ പറയുന്ന പേരാണെന്ത്, ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്തെന്നാ എഴുതേണ്ടതെന്ന് വെച്ചാൽ സോളിഡിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആറ്റംസും മോളിക്യൂൾസും ഒക്കെ കുറച്ചൊന്ന് വിട്ടിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റിനെ പറയുന്ന പേരാണെന്ത്, ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ടിക്കിൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് ദേ ക്യാൻ മൂവ് അറൗണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. സോ ലിക്വിഡ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ബട്ട് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ലിക്വിഡിനൊരു വോളിയം ഉണ്ടാവും, പക്ഷേ അതിനെന്തുണ്ടാവില്ല, ഒരു ഷേപ്പ് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു പാട്ടയിലെടുത്താൽ അതിനെന്താ കിട്ടുക, ഒരു പാട്ടൻ്റെ ഷേപ്പാണ്. നമ്മളൊരു ബോട്ടിലെടുത്താൽ ബോട്ടിലിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് അതിനുണ്ടാവില്ല. അത് നമ്മൾ എന്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റും പഠിച്ചല്ലോ, സിമ്പിളല്ലേ? സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ് നമ്മൾ ഏതൊക്കെ പഠിച്ചു, സോളിഡ് പഠിച്ചു, ലിക്വിഡ് പഠിച്ചു. മൂന്നാമത്തെ ഏതാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡിൽ നിന്നായിരുന്നു ഭയങ്കര ക്ലോസ് ടു ആയിരുന്നു പാർട്ടിക്കിൾ, ലിക്വിഡിലാകുമ്പം കുറച്ചൊന്ന് വിട്ടു, ഗ്യാഷ്യസിലാകുമ്പം വലുതായിട്ട് വിട്ടു. അപ്പം നല്ല എന്തിലായിരിക്കും, ഡിഫറൻസിലായിരിക്കും എന്തുണ്ടാകുക, പാർട്ടിക്കിൾ ഉണ്ടാകുക. എന്താ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ മോളിക്യൂൾസും ആറ്റംസും ഒക്കെ അത് ഭയങ്കര ഫാർ അപ്പാർട്ടായിരിക്കും എന്തിലുണ്ടാകുക, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫാസ്റ്റിലിയും ക്വിക്കിലിയും ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. എന്തിൽ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിന്. ഓക്കെ, സിമ്പിളല്ലേ, മനസ്സിലായല്ലോ. ഡിഫിനിഷൻ വായിച്ചു നോക്കി. പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട് ആസ് കമ്പയർഡ് ടു ദോസ് പ്രസൻറ്റ് ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് സ്റ്റേറ്റ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ് ഈസ് ഈസി ആൻഡ് ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ടാവില്ല, ഒരു ഡെഫിനിറ്റ് ഷേപ്പോ വോളിയമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഗ്യാസ് ഏത് പാത്രത്തിൽ എന്തിലാണോ ഒരു കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ വോളിയവും ഷേപ്പിലും ആയിരിക്കും ആ ഗ്യാസിൻ്റെ എന്ത് പറയുന്നത്, ഷേപ്പും വോളിയവും വരിക. മനസ്സിലായല്ലോ, സിമ്പിളല്ലേ, വളരെ സിമ്പിളാണ്. മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഒരു സാധനത്തെ സോളിഡായിട്ട് കിട്ടിയാൽ അതിനെ എങ്ങനെ ലിക്വിഡ് ആക്കാൻ പറ്റും, അതിനെ ചൂടാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലിക്വിഡായിട്ട് കിട്ടും. ആ ലിക്വിഡിനെ പിന്നെ നമുക്ക് ഗ്യാസ് ആക്കണമെങ്കിലോ ഒന്നും കൂടി ചൂടാക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ ഗ്യാസായിട്ട് കിട്ടും. ഈ ഒരു കൺവേർഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ഗ്യാസ് ആയിട്ടുള്ളൊരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ലിക്വിഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കൂൾ ചെയ്താൽ മതി. കൂൾ ചെയ്താൽ എന്താവും, നമുക്ക് ലിക്വിഡായിട്ട് കിട്ടും. ഇനി ആ ലിക്വിഡിനെ നമുക്ക് സോളിഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊന്ന് കൂൾ ചെയ്താൽ മതി. അപ്പോൾ അതിനെന്ത് ചെയ്യും, സോളിഡായിട്ട് കിട്ടും. ഈ ഒരു കൺവേർഷൻ നമുക്ക് അറിയുന്ന സാധനമാണ്, എന്നാലും ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതിക്കോളി. സോളിഡിനെ ഹീറ്റ് ചെയ്താൽ ലിക്വിഡ് കിട്ടും, ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ ഗ്യാസ് കിട്ടും, ഗ്യാസിനെ കൂൾ ചെയ്താൽ ലിക്വിഡ് കിട്ടും, ലിക്വിഡിനെ കൂൾ ചെയ്താൽ സോളിഡ് കിട്ടും. ഒരു ഐസിൻ്റെ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐസിനെ നമുക്ക് സോളിഡായിട്ട് എടുത്താൽ വെള്ളത്തെ ലിക്വിഡായിട്ട് എടുക്കാൻ പറ്റും. ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ, നീരാവി. മനസ്സിലായല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ 3 സ്റ്റേറ്റ്സും പഠിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററാണ്. നമ്മൾ മുകളിലൊരു മാറ്റർ പറഞ്ഞില്ലേനോ, എന്താ മാറ്റർ എന്നുള്ളത്. ആ മാറ്ററിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മാറ്റർ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, മെയിനായിട്ട് 2 ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും. ഈ പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് പിന്നെയും എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിക്സ്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോമോജീനസ് മിക്സ്ചർ എന്നും ഹെട്രോജീനസ് മിക്സ്ചർ എന്നും 2 തിരിക്കാൻ പറ്റും. അപ്പം അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അതിന് മുമ്പേ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിൽ മെയിനായിട്ട് 2 എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് പ്യുവർ സബ്സ്റ്റൻസ്,
രണ്ടാമത്തത് മിക്സ്ചർ. എന്താ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ആ പ്യുവർ സബ്സ്റ്റൻസിൽ ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താ ഈ പ്യുവർ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓക്സിജൻ എടുത്താൽ ഓക്സിജൻ ഒരു പ്യുവർ എന്താണ് വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം വെള്ളം എടുത്താൽ വെള്ളവും ഒരു പാർട്ടിക്കിളാണ്, ഒരു സിംഗിൾ പാർട്ടിക്കിളാണ്. എങ്ങനെ വെള്ളം സിംഗിൾ പാർട്ടിക്കിളാണ്? വെള്ളം നമ്മളിപ്പോൾ ഒരു സാധനത്തിന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നിന്നും മുകളിൽ നിന്നും എവിടെ നിന്ന് എടുത്താലും നമുക്ക് വെള്ളമായിട്ട് തന്നെയല്ലേ കിട്ടുന്നത്. അതായത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലല്ലോ, വെള്ളമായിട്ട് തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു സാധനത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിളായിട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ മിക്സ്ചറിലേക്ക് വരുമ്പോൾ എന്താ, അതിൽ എന്ത് ചെയ്യും, മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാവും. അതായത് നമ്മൾ ഷുഗറിനെ ഒരു പാർട്ടിക്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം, വെള്ളത്തെ വേറൊരു പാർട്ടിക്കിളായിട്ടും കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു ഷുഗർ സൊല്യൂഷൻ കിട്ടും. ആ ഷുഗർ സൊല്യൂഷൻ എന്താണ്, ഒരു മിക്സ്ചറാണ്. കാരണം എന്താ, അതിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വാട്ടർ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിക്കിളും ഉണ്ട്. ഈ രണ്ട് പാർട്ടിക്കിളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒരു മിക്സ്ചർ കിട്ടിയത്. ആ മിക്സ്ചറിൽ രണ്ടെണ്ണം മാത്രം ആവണമെന്നുണ്ടോ? അല്ല, എത്ര മോർ ദാൻ വൺ ടൈപ്പ് എത്ര പാർട്ടിക്കിൾ ആയാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു മിക്സ്ചറാണെന്ന് തന്നെ പറയാൻ പറ്റും. മനസ്സിലായല്ലോ എന്താ മാറ്ററിനെ രണ്ടാക്കി എങ്ങനെ തിരിച്ചെന്ന് വെച്ചാൽ, ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും തിരിച്ചു, അതുപോലെ തന്നെ മിക്സ്ചറായിട്ടും തിരിച്ചു. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, എന്നാൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ അല്ലേ, അടുത്തിലേക്ക് പോകല്ലേ. ഓക്കെ നമ്മളപ്പം പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടാക്കി തിരിക്കുന്നു എന്ന് പറഞ്ഞു, എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. അതായത് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഒരു ടൈപ്പ് ഓഫ് ആറ്റം മാത്രമാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, എലമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ സോഡിയം, അതൊരു എലമെൻ്റാണ്. ഹൈഡ്രജനിൽ ഒരു എച്ചും മറ്റൊരു എച്ചും ആണുള്ളത്, H2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്, അതും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതുപോലെ P4 ഫോസ്ഫറസ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും O2, ഇങ്ങനത്തെ ഏതെടുത്താലും അതൊക്കെ എന്താണ്, ഒരു എലമെൻ്റാണ്. എലമെൻ്റ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ആറ്റം മാത്രമേ ഉള്ളൂ, അതിനെയാണ് എന്ത് പറയുന്നത്, എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെൻറ്റിൽ എന്തൊക്കെ പെടും, ഒരു മോളിക്യൂൾ, സിംഗിൾ മോളിക്യൂളും വരും, അതുപോലെ തന്നെ ആറ്റംസും വരും. ഇപ്പോൾ ഓക്സിജനും H2 എന്നൊക്കെ പറയുന്നത് എന്താ, H2 മോളിക്യൂളാണ്, ഓക്സിജൻ മോളിക്യൂളാണ്. അപ്പോൾ ഇതിൽ എലമെൻറ്റ്സിൽ എന്ത് വരും, മോളിക്യൂൾസും വരും, പക്ഷേ അത് സെയിം ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചു, എലമെൻറ്റ്സ് പഠിച്ചല്ലോ. പ്യുവർ സബ്സ്റ്റൻസിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആറ്റം മാത്രമാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അടുത്തതിലേക്ക് പോവാം. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ എന്താ, കോമ്പൗണ്ട്സ് ആണ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വൺ ടൈപ്പ് ഓഫ് ആറ്റം മാത്രമാണെങ്കിൽ അതിന് എലമെൻറ്റ്സ് എന്ന് പറയും. അപ്പം മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോമ്പൗണ്ട്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, വെള്ളം എന്താണ്, വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ട്, ഹൈഡ്രജനും ഓക്സിജനും ഇല്ലേ വെള്ളത്തിൽ. അപ്പം വെള്ളം എന്താണ്, നമുക്ക് വെള്ളം ഒരു കോമ്പൗണ്ടാണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് വെള്ളം ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്, അതെന്താണ്, അതിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് എന്തുണ്ട്, ആറ്റംസ് ഉണ്ട്. ഓക്കെ അല്ലേ, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ വായിച്ചാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ് വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട്. ദേ ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ആറ്റംസ് ആണ്. മോർ ആറ്റംസ് ആയാലും കുഴപ്പമില്ല. ഉദാഹരണത്തിന് എന്താ, ഹൈഡ്രജനും സൾഫറും ഓക്സിജനും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, സൾഫ്യൂരിക് ആസിഡ് H2SO4 ഉണ്ടായി. ഓക്കെ അല്ലേ, എക്സാമ്പിൾ ഏതൊക്കെ, CO2 കാർബൺ ഡൈ ഓക്സൈഡ്, H2O വാട്ടർ, NH3 അമോണിയ, H2SO4 എന്താണ്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പം കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, എലമെൻ്റ് എന്ന് പറഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് ആറ്റം മാത്രമാണെങ്കിൽ അതിന് എലമെൻ്റ് എന്ന് പറയും. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, കോമ്പൗണ്ട് എന്ന് പറയും. ഓക്കെ അല്ലേ, അടുത്തതിലേക്ക് പോലെ. ഓക്കെ നമ്മൾ എലമെൻറ്റ്സും കോമ്പൗണ്ട്സും പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ, മിക്സ്ചർ എന്താണെന്നുള്ളതാണ്. മിക്സ്ചർ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും, മിക്സ്ചർ കിട്ടും. ആ മിക്സ്ചറിനെ നമുക്ക് എന്താക്കി തിരിക്കാൻ പറ്റും, ഹോമോജീനസ് മിക്സ്ചർ എന്നും ഹെട്രോജീനസ് മിക്സ്ചർ എന്നും തിരിക്കാൻ പറ്റും. എന്താ ഈ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ,
ഒന്നുമില്ല. നമ്മളിപ്പോൾ 2 പാർട്ടിക്കിൾ അല്ലെങ്കിൽ മോർ ദാൻ 1 പാർട്ടിക്കിൾ കൂട്ടിച്ചേർന്നിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി. അതായത് പഞ്ചസാര എടുത്തു, വെള്ളം എടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടി. ഷുഗർ സൊല്യൂഷൻ ഞാൻ എന്നിട്ട് ആ ഒരു പാട്ടയിലാണ് ഉണ്ടാക്കിയെന്ന് വെച്ചോ, അതിൽ മുകളിലെടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിയിൽ നിന്നെടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൈഡിൽ നിന്നെടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ ഏറ്റവും ബോട്ടത്തിൽ നിന്നെടുത്ത് ടേസ്റ്റ് നോക്കി. അപ്പോഴൊക്കെ എനിക്ക് എന്താ കിട്ടി? സെയിം പഞ്ചസാര വെള്ളം കിട്ടി. ഒരു വ്യത്യാസവും വന്നില്ല. അപ്പോൾ എന്താണ്, അതിൽ ഈ 2 പാർട്ടിക്കിളും യൂണിഫോംലി എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ എന്ത് ചെയ്ത് കോമ്പോസിഷൻ ഉള്ളത്. അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിനെ പറയുന്ന പേരാണെന്ത്? ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതായത് മിക്സ്ചേഴ്സ് ഹാവിങ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആർ കോൾഡ് ഹോമോജീനസ് മിക്സ്ചർ. ഹിയർ ദ കോമ്പണൻസ് ആർ കംപ്ലീറ്റ്ലി മിക്സ്ഡ് വിത്ത് ഈച്ച് അതർ. എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ. ഇത് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഡെഫിനിഷൻ എഴുതുമ്പോൾ ഈ ഒരു യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറയുന്നതാണ് അതിലത്തെ കീവേഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എക്സാമ്പിളിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം എഴുതുന്ന സമയത്ത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ഒരു മിക്സ്ചറിൽ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെട്രോജീനസ് മിക്സ്ചർ എന്തായിരിക്കും? യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ അതെന്താണ്? ഹോമോജീനസ് മിക്സ്ചറാണ്. ഇപ്പോൾ യൂണിഫോം കോമ്പോസിഷൻ അല്ലെങ്കിലോ അതെന്താണ്? ഹെട്രോജീനസ് മിക്സ്ചറാണ്. അത്രേ പറയുന്നുള്ളൂ. ഹെട്രോജീനസ് മിക്സ്ചർ എന്താ? മിക്സ്ചർ ഹാവിങ് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ആർ കോൾഡ് ഹെട്രോജീനസ് മിക്സ്ചർ. എക്സാമ്പിൾ ഓയിൽസ് ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ സാൻഡ് ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ ചോക്ക് ഇൻ വാട്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അതായത് നമ്മളിപ്പം ഒരു ചളിവെള്ളം എടുത്തു, ചളിവെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഊറും. നമ്മളപ്പം മുകളിൽ നിന്ന് എടുത്താൽ നമുക്ക് വെള്ളം മാത്രമേ കിട്ടുള്ളൂ. അടിയിൽ നിന്ന് എടുത്താൽ നമുക്ക് ചളിയുള്ള മണ്ണും വെള്ളവും കൂടിയുള്ളത് കിട്ടും. അപ്പോൾ അതെന്താണ്? അത് ഹോമോജീനസ് മിക്സ്ചറാണോ? അല്ല, ഹെട്രോജീനസ് മിക്സ്ചറാണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാം? യൂണിഫോം കോമ്പോസിഷനിലല്ല കിട്ടുന്നത്. മുകളിലെടുത്തപ്പോൾ അടിയിൽ നിന്ന് എടുത്തപ്പോൾ വെവ്വേറെ അല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് നമ്മൾ ഹെട്രോജീനസ് മിക്സ്ചർ എന്നാ പറയാം. ഓയിൽ ഇൻ വാട്ടർ എടുത്ത് നോക്കി. ഓയിൽ നമ്മൾ വാട്ടറിൽ വെച്ചിട്ട് മുകളിൽ എടുത്താൽ മുകളിൽ കിടക്കൂലേ എന്ത്? ഓയിൽ. അപ്പോൾ അതിനെ നമുക്ക് എടുത്താൽ എന്താ? ഓയിൽ മാത്രമല്ലേ, ഓയിലും കുറച്ച് വെള്ളം കിട്ടുമെങ്കിൽ അടിയിൽ നിന്ന് എടുത്താൽ നമുക്ക് വെള്ളം മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ്? അതും ഒരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവല്ലേ? ഓക്കെ, നമ്മളതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിക്കോളി. നമുക്ക് പഠിക്കുമ്പോൾ എല്ലാം വൃത്തിക്ക് പഠിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്താണ് ഈ കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓക്കെ, തുടങ്ങിയല്ലേ? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ? ഒബ്സർവിങ്ങിൽ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റം വരുത്താതെ നമുക്ക് ഒരു സാധനത്തിന് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന്. മനസ്സിലായില്ലേ? എന്നാൽ ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പം വാട്ടറിന് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ആക്കാമെന്ന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കാതെ നമുക്ക് ആ വാട്ടറിൽ നിന്ന് എന്തൊക്കെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പറ്റുമോ? അത്തരത്തിലുള്ള പ്രോപ്പർട്ടികളെ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കളർ എടുത്ത് നോക്കി, നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ കളർ എന്താണെന്ന് മനസ്സിലാവും അല്ലേ? അതിന് നമുക്ക് ചൂടാക്കി നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തണുപ്പിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ കളർ എന്താണെന്ന് അറിയണമെങ്കിൽ വേണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ്? കളർ ഒരു ഉദാഹരണമാണ്. അടുത്തത് ഓർഡർ എന്ന് വെച്ചാൽ മണം അങ്ങനത്താണ്. ഡെൻസിറ്റി, മാസ് നമുക്ക് തൂക്കിയൊക്കെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ബോയിലിംഗ് പോയിൻ്റ് എന്താണ്? ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, ബോയിലിംഗ് പോയിൻ്റ് നമ്മൾ ചൂടാക്കിയിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ചൂടാക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ചൂടാക്കുന്ന സമയത്ത് വാട്ടറിന് എന്ത് സംഭവിക്കുമ്പോഴാണ് നമ്മൾ വാട്ടറിൻ്റെ എങ്ങനെയാണ് ബോയിലിംഗ് പോയിൻ്റ് കാണുന്നതെന്ന് വെച്ചാൽ, വാട്ടറിനെ നമ്മൾ എന്താക്കാണ്? ഒരു നീരാവിയാക്കി മാറ്റുകയാണ്. അപ്പം അവിടെ എന്താ? ലിക്വിഡായിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? ഗ്യാസ് ആയിട്ടുള്ള വാട്ടറായിട്ട് മാറുന്നു. അവിടെ സ്റ്റേറ്റാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലാതെ ഹൈഡ്രജനും ഓക്സിജനും മാറുന്നുണ്ടോ? ഇല്ല, ഹൈഡ്രജനും ഓക്സിജനും അവോളം തന്നെയാണുള്ളത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അതുപോലെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോപ്പർട്ടികളെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കെമിക്കൽ ചേഞ്ചിൽ മാറ്റം വരുത്തിയിട്ടേ നമുക്ക് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത്തരം മെഷർമെൻറ്റിന് അല്ലെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് എന്ത്?
കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി വിത്ത് ദ ഒക്കറൻസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്, മനസ്സിലാക്കിയല്ലോ. എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് വരുത്തിയിട്ട് മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടികളെ പറയുന്ന പേരാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കെമിക്കൽ ചേഞ്ച് വരുത്താതെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടികളെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ എന്താ? റിയാക്ടിവിറ്റി വിത്ത് ആസിഡ് ആൻഡ് ബേസ്, അതുപോലെ കമ്പസ്റ്റിബിലിറ്റി. കമ്പസ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ കത്താനുള്ള കഴിവ് എന്നാണ് നമ്മൾ പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം കത്തിച്ചാൽ നമുക്ക് അവസാനം പ്രൊഡക്റ്റായിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആണല്ലോ കിട്ടുക. അപ്പോൾ അതിനെന്ത് ചെയ്തു? ആ കെമിക്കൽ ചേഞ്ച് ഒരു സാധനത്തിൻ്റെ മാറ്റം വരുത്തി എന്തായി? വേറൊരു സാധനമായിട്ട് മാറി. അപ്പോൾ അതെന്താണ്? ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിൻ്റെ കമ്പസ്റ്റിബിലിറ്റി അളക്കാൻ പറ്റുക. അപ്പോൾ ആ പ്രോപ്പർട്ടി, അത്തരത്തിലുള്ള പ്രോപ്പർട്ടി, ആ ചേഞ്ച് വരുമ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഒരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കെമിക്കൽ ചേഞ്ച് വരുത്താതെ നമുക്ക് ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് മെയിനായിട്ട് നമ്മൾ ആ ഫിസിക്കൽ പ്രോപ്പർട്ടി അളക്കാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് സിസ്റ്റമാണ് SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പറ നെല്ല് എന്ന് പറഞ്ഞു, എനിക്കൊരു പറ നെല്ല് വേണം. ഞാൻ ഇതേ പറ നെല്ലുമായിട്ട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കക്കാരനോട് പറയുകയാണ് എനിക്കൊരു പറ നെല്ല് വേണമെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൻ കൈ മേലോട്ട് കുത്തിയിട്ട് നിൽക്കൂലേ? എന്താ ഈ ചങ്ങായി പറയുന്നത് നോക്കൂലേ? അയാൾക്കറിയോ പറ എന്താണെന്നുള്ളത്? ഇല്ലല്ലോ. അപ്പം ഓർക്ക് മനസ്സിലാവുന്നതും നമുക്ക് മനസ്സിലാവുന്നതുമായിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെൻറ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ് നടക്കുള്ളൂ. എന്നാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത്ര സാധനമാണ് വേണ്ടത്, അത്ര സാധനമാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് ലോകം മൊത്തം അംഗീകരിച്ചിട്ടുള്ള ഒരു മെഷർമെൻറ്റ് സിസ്റ്റമാണ് ഈ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി പൊതുവെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ്? എ കോമൺ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് സിസ്റ്റം നോൺ ആസ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആർ യൂസ്ഡ്. ഓക്കെ, ഇത്തരത്തിൽ അളക്കാൻ വേണ്ടിയിട്ട് പൊതുവെ കോമൺ ആയിട്ട് ലോകം മൊത്തം ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ്സാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ബേസിക് ആയിട്ട് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണുള്ളത്. ഏതൊക്കെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്? ഒന്ന് ലെങ്ത്ത് നമ്മൾ മീറ്ററിലാണ് അളക്കുക, റെപ്രസെൻറ്റ് ചെയ്യുക, M കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്കാ തിയറിയാണ്, ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് കൂടി പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനിയൊക്കെ വരാനുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ട് പഠിച്ചു പോവുക. അടുത്തെന്ന് വെച്ചാൽ മാസ് നമുക്കറിയുന്നതാണ്, നമ്മൾ കിലോഗ്രാമിലാണ് പറയല്, kg എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യൽ. അടുത്തത് ടൈം സെക്കൻഡ്സിലാണ് പറയുന്നത്, S ആണ് നമ്മൾ കൊടുക്കൽ. ഇലക്ട്രിക് കറണ്ട് ആംപിയറിലാണ് പറയൽ, A ആണ് റെപ്രസെൻറ്റ്. ടെമ്പറേച്ചർ കെൽവിന് K ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ടെമ്പറേച്ചർ പൊതുവേ നമ്മളിവിടെ പറയുന്നത് എന്താ? ഇത്ര ഡിഗ്രി സെൽഷ്യസ്, അത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെൽഷ്യസ് ഡിഗ്രി അല്ല. എന്ത്? SI യൂണിറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കെൽവിനാണ് പറയേണ്ടത്. സെൽഷ്യസ് ഡിഗ്രി വേറൊരു പാരാമീറ്ററാണ്, വേറെ CGS എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് വേറെ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നാണ് സെൽഷ്യസ് ഡിഗ്രി ഒക്കെ വരുന്നത്. കെൽവിനാണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റിലെ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ എന്ന് പറയും, നമ്മൾ മോളിന് റെപ്രസെൻറ്റ് ചെയ്യും. മോളൊക്കെ ഇനി നമുക്ക് വരാൻ പോകുന്ന ചാപ്റ്ററിൽ ചെറപറ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ കേട്ടാൽ മതി, കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ വിശദമായിട്ട് പഠിക്കും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിലാണ് നമ്മൾ പറയാം, മോളിന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്തത് ലുമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശത്തിൻ്റെ തീവ്രത അളക്കുന്നതിനാണ് ലുമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. കാൻഡില എന്ന് പറഞ്ഞ യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. CD എന്നാണ് പറയാം. ഓക്കെ, ഈ 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ തൊട്ട് പറയാം. ഓക്കെ, താങ്ക് യു.